ഹലോ, നമുക്ക് ഇന്നലെ കയറാൻ പറ്റാത്ത റോപ്പ് വേ ആണത് കേട്ടോ. കർണിമാത റോപ്പ് വേ ഉദയ്പൂരിലെ മാച്ല മാഗ്ര ഹിൽസ് ആണിത്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് കർണിമാത ക്ഷേത്രം. അവിടുന്ന് മുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് സുഖമായിട്ട് ഈ ലേക്കൊക്കെ കാണാം. നാലുപുറത്തെയും ലേക്കും അധികം ഉദയ്പൂരിലത്തെ സകല സാധനങ്ങളും കാണാൻ പറ്റും. അപ്പോൾ ഈ റോപ്പ് വേ അങ്ങോട്ടും 3 പോയിക്കൊണ്ടിരിക്കും, ഇവിടേക്കും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ടൈമിങ് രാവിലെ 9 തൊട്ട് 2 മണി വരെയും പിന്നെ 4 മണി തൊട്ട് 8 മണി വരെയുമാണ്. അപ്പോൾ നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രക്കിംഗ് ചെയ്തിട്ടും വരാം കേട്ടോ. 2.5 കിലോമീറ്ററേ ഉള്ളൂ. ഇത് 10 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് ഈ റോപ്പ് വേയിൽ കയറി വരാം. അപ്പോൾ നമ്മൾ ഇറങ്ങിയതിന് ശേഷം ഇവിടുന്ന് കാണുന്നതാണ് ഇവിടുത്തെ വ്യൂ ആണ് ഇത് കേട്ടോ. കുറേ ലേക്സ് ഉണ്ട്. പിച്ചോള ലേക്ക്, ഫത്തേസാഗർ ലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓരോ സൈഡിൽ പോയാലും അതൊക്കെ കാണാം നമ്മൾക്ക്. അപ്പോൾ കണ്ടില്ലേ, ആ വ്യൂ ഒക്കെ നല്ല രസമല്ലേ കാണാൻ. കുഞ്ഞു ഐലൻഡ് മാതിരിയില്ലേ. അവിടെ എല്ലാം ഓരോ ഹോട്ടൽസും കുഞ്ഞു മുമ്പത്തെ ഫോർട്ടൊക്കെ ഇപ്പോൾ ഹോട്ടലാക്കിയിട്ടുള്ളതൊക്കെയാണ് കേട്ടോ. അതാ കണ്ടില്ലേ ഓരോ അപ്പോൾ ഈ കർണിമാത എന്ന് പറയുന്നതുണ്ടല്ലോ 51 ദേവീക്ഷേത്രത്തിൽ പെട്ടതാണ്. മെയിൻ ദേവി ശക്തിപീഠിൽ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് സുഖമായിട്ട് 2.5 കിലോമീറ്ററേ ഉള്ളൂ. നല്ല സമയമാണെന്നുണ്ടെങ്കിൽ വിൻ്ററിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സുഖമായി കയറി വരാം. പിന്നെ നമ്മൾ ആ റോപ്പ് വേയിൽ വന്നു കഴിഞ്ഞിട്ടും കുറച്ചും കൂടി നടക്കാനുണ്ട് കേട്ടോ. ഒരു കിലോമീറ്ററോളം മുകളിലേക്ക് പിന്നെ സ്റ്റെപ്പ് കയറി നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് കേട്ടോ ആ ഒരു ഭംഗിയില്ലായ്മ തോന്നുന്നത്. കുറേ ഓരോ അത് ഇലക്ട്രിസിറ്റിയിലാണ്. ഞാൻ ഓരോന്നും കാണിച്ചു തരാറില്ലേ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും. അപ്പോൾ ഇവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണേ. പിന്നിൽ നിന്നിട്ട് ഇങ്ങനെ എടുക്കുമായിരുന്നു. ഭഗവതിയെ എല്ലാവർക്കും കാണിച്ചു തരാമല്ലോ എന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ അവർ പറഞ്ഞു അല്ലല്ല നേരെ തന്നെ എടുത്തോളൂ, മുമ്പിലേ വന്നിട്ട്, പക്ഷേ സെൽഫി എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂ കേട്ടോ. നാലുപുറം ഈ അരാവലി ഹിൽസാണ്. പിന്നെ ലേക്കുകളാണ്. ലേക്കെല്ലാം മാൻമെയ്ഡ് കേട്ടോ, മാൻമെയ്ഡാണ്. അപ്പോൾ അത് നമ്മളുടെ ഈ ഉദയ്പൂർ സിറ്റിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണേ എല്ലാം ലേക്സൊക്കെ കേട്ടോ. ലേക്കിൻ്റെ ഉള്ളിലൊക്കെ നടുവിലൊക്കെ ഇങ്ങനെ ഓരോ കോട്ടകളൊക്കെ ഉണ്ടാക്കിയതും പാലസുകൾ ഉണ്ടാക്കിയതും ഒക്കെ ഇപ്പോൾ ഹോട്ടൽസ് അങ്ങനെയൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാം വൈറ്റ് മാർബിൾ കൊണ്ടാണ് ഇവിടെ. അത് കാരണമാണ് എല്ലാ സാധനവും ഫുള്ള് നോക്കിക്കഴിഞ്ഞാൽ വെള്ളയായിട്ട് ഇങ്ങനെ കാണാം. ഇത് വേറൊരു കളറേ കൊടുത്തിട്ടില്ല. അത് കാരണമാണ് ഉദയ്പൂർ വൈറ്റ് സിറ്റി എന്ന് പറയുന്നത്. ജോധ്പൂരിൽ നമ്മളെല്ലാം ബ്ലൂ പെയിൻറ്റിലാണ് കണ്ടത് അല്ലേ. ബ്ലൂ ഷീറ്റുകളൊക്കെ വീടിന് ഒക്കെ ബ്ലൂ ആണ്. ഇവിടെ അതിനു വേണ്ടി വൈറ്റാണ് എല്ലാം, ഫുൾ മാർബിള്. ജയ്പൂരിലാണ് പോകണമെന്നുണ്ടെങ്കിൽ അത് പിങ്ക് സിറ്റിയാണ് അല്ലേ. ജയ്സാൽമർ എന്ന് പറഞ്ഞ സ്ഥലം ഗോൾഡൻ സിറ്റി. അങ്ങനെയാണ്. ഇപ്പോൾ ഇത് നമ്മൾ ഇറങ്ങി വരികയാണ്. ഇറങ്ങി ഇവിടെ തന്നെ എല്ലാം വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനൊക്കെ ഉള്ള പരിപാടി ഉണ്ട്. ഇറങ്ങിയതും നേരെ നമ്മൾ ഇറങ്ങിയത് നമ്മുടെ പിച്ചോള ലേക്കിൽ ബോട്ടിങ്ങിന് പോവാണ്. ഇന്നലെ പറ്റിയില്ല, നല്ല സൺസെറ്റ് ആയിരുന്നല്ലോ. അപ്പോൾ പറ്റിയില്ല. സൺസെറ്റ് എന്ത് ബെസ്റ്റാണ് ഇവിടെ കാണാൻ. അപ്പോൾ ഈ ആര് വന്നാലും ഇവിടെ ലേക്ക് പിച്ചോളയിൽ നമ്മളൊന്ന് ബോട്ടിങ്ങിന് പോകും. അതാണ് ഇവിടുത്തെ നല്ല രസമാണ് പോകാൻ കേട്ടോ. ശരിക്കും നമ്മൾ എത്ര പൈസ കൊടുത്താലും വെർത്താണ്. നമ്മൾ അത്ര നേരമെടുക്കും, 1 മണിക്കൂർ എന്തായാലും ഫുള്ളി നമ്മൾ ലേക്ക് കൂടെ ബോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കും. നല്ല വെയിലാണ്. ഇതാണ് നമ്മളിങ്ങനെയൊക്കെ ഇരിക്കുന്നത്. ഇഷ്ടമായി. ഫുള്ളാണ് ബോട്ടൊക്കെ ഏത് നേരം ഫുൾ തന്നെയാണ്. ആൾക്കാർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നലെ നമ്മൾ കാണിച്ച സിറ്റി പാലസാണ് കാണുന്നത്. അപ്പോൾ 11 പാലസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞ് ഇന്നലെ കാണിച്ചത്. അപ്പോൾ ആരും കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് കാണണം കേട്ടോ. അപ്പോൾ ഇതാണ് സിറ്റി പാലസ്. അവിടെ ഇല്ലേലാണ് അപ്പോൾ എന്തൊരു ഇതറിയോ, നമ്മൾ ആ പഴയ സമയത്തേക്ക് അങ്ങോട്ട് പോകും. ഈ കാണുന്നതാണ് ലേക്ക് പാലസ്. ഇപ്പോൾ താജ് ഗ്രൂപ്പിൻ്റെ ഹോട്ടലാണത്. മുമ്പൊക്കെ രാജാക്കന്മാരുടെ സമ്മറിലൊക്കെ ഉള്ള സമ്മർ പോയിട്ടിരിക്കാനുള്ള കൊട്ടാരമായിരുന്നു. ഇപ്പോൾ എല്ലാം താജ് പാലസിൻ്റെ അത് ഹോട്ടലാണ്. അതിൽ പോയിട്ട് നമ്മൾക്ക് ഒരു 30,000 രൂപ 35,000 രൂപ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഇരിക്കാം ആ ഹോട്ടലിൽ. അത്ര അത് തൊട്ട് ഒരു 1 lakh പെർ ഡേ വരെ അവിടെ റൂംസ് ഉണ്ട്. അങ്ങനെ വലിയ ആൾക്കാരൊക്കെ അവിടെ വന്ന് വിശേഷങ്ങളൊക്കെ
ബർത്ത്ഡേ ആകട്ടെ വലിയ ആൾക്കാർ അവരൊക്കെ അതിൽ ലേക്ക് പാലസിൽ ചിലർ അതിൽ താമസിക്കാൻ വേണ്ടിയിട്ട് വരും. ആ ലേക്ക് പാലസിൽ ആ ദൂരത്ത് കാണുന്നത് അതാ കണ്ടോ. ഇപ്പോൾ പോയ കർണിമാത ടെമ്പിള് അതിൻ്റെ മുകളിലാണ് കാണുന്നത്. എന്തെങ്കിലും കാശിൻ്റെയായിട്ട് വേണം ഈ ലേക്ക് പാലസിൽ ഒന്ന് വന്ന് താമസിക്കാൻ ഇവിടെ, എന്നിട്ടൊന്ന് കാണണം ഇവിടെയൊക്കെ. എന്നിട്ട് നമ്മൾ നേരെ പോയത് എങ്ങടാന്ന് വെച്ചാൽ കുംഭൽഗഡിലേക്കാണ് കേട്ടോ. ഇത് 15-ാം നൂറ്റാണ്ടിൽ മഹാറാണ കുംഭയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഉദയ്പൂരിൽ നിന്ന് 2 മണിക്കൂർ എടുക്കും, 85 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ കുംഭൽഗഡിലേക്ക് കേട്ടോ. മെയിനായിട്ട് ഇത് കാണണം വെച്ചിട്ടാണ് കേട്ടോ വന്നത് തന്നെ. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ കുംഭ മാതിരി വല്ല കുടം മാതിരിയുള്ള ഷേപ്പ് ഉള്ളതുകൊണ്ടായിരിക്കാം കുംഭൽഗഡ്. അതല്ല, മഹാറാണ കുംഭ റാണയുടെ പേരായിരുന്നു കുംഭ. അദ്ദേഹം ഉണ്ടാക്കിയതാവും കൊണ്ടാണ് ഇതിന് കുംഭൽഗഡ് എന്നുള്ള പേര് വന്നത്. 6 മണി വരെ കേട്ടോ, വൈകുന്നേരം 6 മണി വരെ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അടയ്ക്കും ഇവർ. 40 രൂപയുള്ളൂ അത് എന്താണ് അഡ്മിഷൻ. ഇതൊക്കെ ഇത് റാണ പ്രതാപിൻ്റെ ബർത്ത് പ്ലേസാണ്, ഇവിടെയാണ് ഉണ്ടായിരിക്കുന്നത്. യുനെസ്കോൻ്റെ അണ്ടറിലാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്, ഏതൊക്കെ തരം അമ്പലങ്ങളുണ്ട്. ജൈൻ മന്ദിർ ഒരുപാട് 100-ലധികം ജൈൻ അമ്പലങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിലെന്നാണ് പറയണത്. ഹിന്ദു ക്ഷേത്രങ്ങളും ജൈന ക്ഷേത്രങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ടൊക്കെയാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലസ്സി കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കുടിച്ചിട്ട് പോവാം. മുകളിലൊന്നുമില്ല, ഇവിടെയുള്ളൂ. ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ വിചാരിക്കും കുറച്ചല്ലേ ഉള്ളൂ, ഇതെന്തപ്പത് ഈ ഇത്ര ഉയരല്ലേ ഉള്ളൂ, ഇത് കണ്ടോ കാണുന്നത് എന്ന് വിചാരിക്കും. പക്ഷെ നടക്കാൻ തുടങ്ങിയുണ്ടല്ലോ, അയ്യോ എത്ര ദൂരം അറിയോ. അതല്ലേ ആ ക്ഷേത്രങ്ങൾ, ഇങ്ങനത്തെ ക്ഷേത്രമാണ് പറഞ്ഞത്. ജൈന ക്ഷേത്രങ്ങളും ഹിന്ദു ക്ഷേത്രങ്ങൾ. ഇത് ആദ്യത്തെ കവാടം. ഇങ്ങനത്തെ കോട്ട വാതിലുകൾ എത്ര എണ്ണം അറിയോ, കുറേ എണ്ണം കടന്ന് ഇങ്ങനെ പോകണം. അതല്ലേ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ശൂലം അതിലത്തെ സാധനങ്ങളും ഓക്കെ. അനങ്ങില്ല കേട്ടോ, നമ്മൾ പിടിച്ചാലൊന്നും അനങ്ങില്ല. ഇത് അത്ര വലിയ വാതിലുകളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇത് കണ്ടപ്പോൾ എടുക്കാൻ നിന്നതാണ്. അപ്പോൾ ഇതാ ഈ ഓട്ടയ്ക്കൂടെ ഇങ്ങനെ ഇത് വെച്ച് നോക്കിയിട്ടുണ്ടാവില്ലേ മുമ്പ്, തോക്കൊക്കെ വെച്ചിരുന്നുണ്ടാവും ആൾക്കാർ. തോക്കുണ്ടായിരുന്നോ അറിയില്ല ആ സമയത്ത്. ഇത് കണ്ടോ, ഒരു കുഞ്ഞി എന്ത് കണ്ടാലും ഒരു എവിടെയെങ്കിലും ഒരു കുഞ്ഞ് അമ്പലം മാതിരി ഒന്നും വെക്കൂല അവർ. അപ്പോൾ ഇതാ ഇവിടെ ആരാണെന്നറിയില്ല. ഈ കരിമ്പാറകളാണ് കേട്ടോ ഇവിടെ. കരിമ്പാറ വെള്ള കോട്ടയാണ്, ഫുള്ള് മാർബിളാണ്. കരിമ്പാറകൾ കുത്തിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ റിങ് മാതിരി ആ പാറയിലേ. അപ്പോൾ തന്നെ നമുക്കറിയാം ഇത്ര പ്രായമായിട്ടുണ്ടല്ലേ, എന്തൊരു പ്രായമായ പാറകളായിരിക്കും ഇത്. അപ്പോൾ ഇതാ ഇങ്ങനത്തെ കുറച്ച് മരങ്ങളല്ലാതെ ഇവിടെ അധികം പച്ച കളറൊന്നും ഇല്ല. കുറച്ച് എന്താ പറയുക, മരുഭൂമിയിൽ ഉണ്ടാവുന്ന മരങ്ങളാവണ്ടേ, അല്ലാണ്ട് ഒന്നും പറ്റില്ലല്ലോ. അത് 2ാമത്തെ കോട്ടവാതിൽ. എന്തത് എങ്ങനെയൊക്കെ നടന്നു വരുന്ന മതിയാവും നമുക്ക്. പിന്നെയും വന്നതല്ലേ എന്ന് പറഞ്ഞിട്ടേ പിന്നെയും നടക്കുകയും ചെയ്യും. മതിയാവും ഇവിടെ എങ്ങോട്ട് ഇരുന്നാലോ എന്നൊക്കെ. ഇവിടെയൊക്കെ ഞാൻ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്നുണ്ടില്ലേ ആ മതിലൊക്കെ. ഞാനിങ്ങനെ എവിടുന്ന് ആ മതിൽ കാണുക, അവിടുന്ന്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കോണിയൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഓരോ കൊത്തളങ്ങൾ അല്ലേ, അങ്ങനെയല്ലേ പറയുക, കൊത്തളം എന്നല്ലേ പറയുക, അങ്ങനെ അല്ലേ, കാവൽ നിന്നിരുന്ന സ്ഥലം. അപ്പോൾ അങ്ങോട്ട് കയറിപ്പോയതാണ്. അവിടെ നിന്നിട്ട് നിങ്ങളോട് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ ഈ ഇതിലൊക്കെ കണ്ടു റാണിയൊക്കെ ഇങ്ങനെ നോക്കി നിന്ന ജനല തോന്നുന്നില്ലേ. ഹലോ, ഇന്ന് രാവിലെ തൊട്ട് യാത്രയാണ്. രാവിലെ നേരത്തെ ഞങ്ങൾ പോയിട്ട് റോപ്പ് വേയും ഒക്കെ കഴിഞ്ഞു. കർണിമാത റോപ്പ് വേ ഉണ്ട്. അപ്പോൾ അതിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് അത് ഫുള്ള് നമുക്ക് താഴെയുള്ള എല്ലാം ഉദയപൂർ അധികവും കാണാം മുഴുവൻ. അങ്ങനെ അതിൽ പോയി. അത് കഴിഞ്ഞിട്ട് ബോട്ടിങ്ങിന് പോയി, പിച്ചോള ലേക്കിൽ ബോട്ടിങ്ങിന് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 11:30 ലഞ്ച് കഴിഞ്ഞു. 11:30 എന്നിട്ട് ലഞ്ച് കഴിഞ്ഞ് ഒരു 1 മണിക്ക് പോന്നിട്ട് ഉദയപൂരിൽ നിന്ന് 2 മണിക്കൂർ യാത്രയുണ്ട് എവിടേക്ക്, കുംഭൽഗഡ് കേട്ടോ. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാറാണ കുംഭാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരിലാണ്, അതുകൊണ്ട് കുംഭൽഗഡ് എന്ന് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പോയിട്ട് ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത്. ഏറ്റവും മുകളിൽ കാണിച്ചു തരാം കേട്ടോ താഴത്തേക്ക് എങ്ങനെ ഉണ്ടെന്ന്. പിന്നെ ഇതിൻ്റെ വാളാണ് ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കഴിഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ 2ാമത്തെ ലോങ്ങസ്റ്റ് വാളാണ് കേട്ടോ. അപ്പോൾ അതൊരു ഇതല്ലേ, നമ്മുടെ ഇന്ത്യയിലത്തെ ഏറ്റവും വലുത് തന്നെയാണ്, വേൾഡിൽ തന്നെ 2ാമത്തേത്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു കുംഭൽഗഡിൻ്റെ പ്രത്യേകത. പിന്നെ ഇവിടെയാണ് മഹാറാണ പ്രതാപ് ജനിച്ചിരിക്കുന്നത്. അദ്ദേഹം ആണല്ലോ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള രജപുത്ര രാജാവല്ലേ മഹാറാണ പ്രതാപ്. അദ്ദേഹം ജനിച്ച ഫോർട്ടാണിത്. അപ്പോൾ അന്നത്തെ ഫോർട്ട് ഉള്ളതൊക്കെ ബാക്കിയുള്ളതൊക്കെ ഒന്നും പൊട്ടിച്ചൊന്നും പോയിട്ടില്ല കേട്ടോ. കാരണം
അക്ബറുടെ കാലത്ത് മുഗളന്മാരായിട്ട് അല്ലേ അദ്ദേഹം ഒരുപാട് യുദ്ധം ചെയ്തിരിക്കണം. അന്നൊക്കെ ഇത് എടുത്തിട്ടുണ്ടെങ്കിലും നശിപ്പിച്ചിട്ടൊന്നുമില്ല. പിന്നെ പുതിയ രാജാക്കന്മാർ കുറച്ച് കൂട്ടിച്ചേർത്തതുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതാണ് ഈ കുംഭൽഗഡിൻ്റെ പ്രത്യേകത. അതും പിന്നെ പറയാം കേട്ടോ. ഞാനിങ്ങനെ കഥച്ചിട്ട് എത്ര ഉയരാ കയറി വരുന്നറിയോ. അത് കഴിഞ്ഞിട്ട് നിന്ന് പറയാനുള്ള ശക്തി പോലും ഇല്ല. എന്നാലും ഞാൻ ഇവിടെ വെച്ചൊന്ന് ഇൻട്രോ തരാമെന്ന് വിചാരിച്ചിട്ട്, ഇൻട്രോ അല്ല കഴിയാറായി, അപ്പോഴാണ് പറയാൻ പറ്റണത് കേട്ടോ. പറയാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണും. ശരിക്കും എത്ര ആൾക്കാർ താമസിച്ചിട്ടുള്ള സ്ഥലമായിരിക്കും ഇതല്ലേ. ഇവരുടെ ഈ യുദ്ധത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനൊക്കെ വേണ്ടിയിട്ട് ഫുള്ള് എത്രയോ ആൾക്കാരെ ഈ കോട്ടയുടെ ഉള്ളിൽ തന്നെ താമസിപ്പിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ മതിൽ കണ്ടില്ലേ, എത്ര ഈ മതിൽ 4 ഇതിൻ്റെ മതിലാണേ. കണ്ടില്ലേ ആ കൊത്തളങ്ങളൊക്കെ വെച്ചിട്ടുള്ള ആ കാണുന്ന മതിലാണ് കേട്ടോ. ഫുള്ള് അങ്ങനെ തന്നെയാണേ. അത് ഇവിടുന്ന് അത്ര ക്ലിയർ അല്ലെങ്കിൽ പോലും അത് ആ ബ്ലൂ കളറിൽ കാണുന്ന കെട്ടിടങ്ങളാണ് പാകെ താമസമുള്ള സ്ഥലങ്ങൾ കേട്ടോ. അപ്പം നിറയെ അമ്പലങ്ങളുണ്ട്, പൂജയൊന്നുമില്ല അങ്ങനെയുള്ളത്. കാനൺ ഹൗസ് നമ്മുടെ പീരങ്കി വെച്ച സ്ഥലമാണത്. പീരങ്കികൾ അത് ആരാണ് ഏത് കാലത്ത് ഉപയോഗിച്ചിരുന്നതാണെന്നൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടേ ഇപ്പോൾ ഇത് നമ്മളുടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലാണ് ഇതൊക്കെ. അപ്പോൾ എങ്ങനെയാണ് ഇത് വെച്ചിട്ട് കോട്ടയുടെ വാതിലൊക്കെ തകർത്തിയിരുന്നേ എന്നൊക്കെ ഉള്ള പിക്ചേഴ്സും അവിടെ ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ശരിക്കും നമ്മളുടെ മെഷീൻ വെച്ചിട്ടൊന്നുമല്ല, സാധാരണ കൈകൊണ്ടാണ് ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് തന്നെ കണ്ടറിയാം. അത്രയും പഴയത് അല്ലേ. ശരിക്കും കുറേ രാജാക്കന്മാരുടെ കാലത്തേക്കൊക്കെ ഇങ്ങനെ പോവാം നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ. പീരങ്കി വെടിയും അല്ലേ. ഇന്നലെ കണ്ടില്ലേ, ഇന്നലെ എത്രയും ഞാൻ കാണിച്ചതല്ലേ ആ ഒരു സിറ്റി പാലസിൻ്റെ ഉള്ളിലെ ഫുള്ള്. അപ്പോൾ ഇത് കണ്ടില്ലേ, അധികം മരങ്ങളൊന്നും കാണാനില്ല, ഉണങ്ങിയ മാതിരി, മീൻസ് മരുഭൂമി മാതിരി തന്നെ കിടക്കണത്. പണ്ടത്തെ കാലത്തൊക്കെ ഈ താഴത്തല്ലേ കിണറുകളൊക്കെ ഉണ്ടാവുള്ളൂ. എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അറിയില്ല. ഇനി ഇവിടെ ഉണ്ടോയെന്നും കണ്ടില്ല കേട്ടോ. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ ഒരാൾ ചോദിച്ചിട്ട് എനിക്കുണ്ടായിരുന്നു. ഉറങ്ങി ഒറ്റ സെക്കൻഡ് ആവല്ലേ, അതിനും ഉണ്ടാവില്ലേ ഓമനിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം. എന്തിപ്പോ തിരിച്ചു പോകണേ. ടാറ്റാ.